കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് പിന്നെ കഥയിലേക്ക് പോകും. ഓവറോൾ വൺ ടൈം വാച്ചിബിളാണ്. ജാഫർ ഖാൻ എങ്ങനെയായിരുന്നു? ജാഫർ ഖാൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു. പടത്തിൽ മെയിൻ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ജാഫർ ഖാൻ്റെ അഭിനയമാണ്. ബാക്കി കാസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഇപ്പം കൊള്ളാം. ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഉള്ള സിനിമയല്ല, കുറച്ച് വെറൈറ്റി മൂഡിലെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കണ്ടോ അങ്ങനത്തെ ഒരു പുതുമ പരീക്ഷിക്കാം. നമ്മൾ അവിടെ ചെയ്യണ്ടല്ലേ, പടം ഒരു പുതിയൊരു അപ്രോച്ചാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കുഴപ്പമില്ല, നന്നായിട്ട് വരുമായിരിക്കും. സെക്കൻഡ് ഡേ മുതൽ ആൾക്കാർ കണ്ടുവരുമ്പോൾ നന്നായിട്ട് പ്രേക്ഷകരെല്ലായിടത്തും എക്സൈറ്റഡ് ആയോ? വിചാരിച്ച പോലെ എല്ലായിടത്തും പോയിന്റ് എക്സൈറ്റഡ് ആയോ? നമ്മൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കും, പക്ഷെ അവസാനം വരുമ്പോൾ നമുക്കതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. വളരെ നല്ലൊരു പടമായിരുന്നു. ഒരു പുതുമുഖ സംവിധായകൻ, മലയാള സിനിമയിൽ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള 2 സീനിയർ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, കൊമേഴ്ഷ്യൽ സിനിമകളിലൊക്കെ അത്തരം പരീക്ഷണങ്ങളൊക്കെ വളരെയധികം ഒരു ധൈര്യമുള്ള ഒരാൾ. അത് ഒരു പുതുമുഖ സംവിധായകനാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിലാണ്, നല്ലൊരു കൺസെപ്റ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഫാമിലി നമ്മൾ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമ്മൾ പുതിയ കുട്ടികളെയൊക്കെ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്സൊക്കെ ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് കാണണമെന്നുള്ളതാണ് നമ്മളന്ന് തന്നെ എൻ്റെ പ്രൊമോഷൻ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. നാട്ടിൽ നടക്കുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂവിനെ ഒരു പ്രത്യേക രീതിയിൽ സംവിധായകനും തിരക്കഥാകൃത്തും രണ്ടും ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് ചേർന്നിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പം ഒരു എക്സ്പെരിമെൻ്റൽ സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട്. ആ നിലയ്ക്ക് സിനിമകൾ കാണുന്നവർക്കാണ് ഈ സിനിമ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. പിന്നെ എന്താ പറയുക, പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ നല്ലപോലെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധിവരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ജാഫർ ടി കെ പോലൊരു ആർട്ടിസ്റ്റ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പ്രഷൻസ് മാറുന്ന ഒരു ട്രമൻഡസ് ആക്ടറാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്ത കഥാപാത്രമായാലും ഞാനിതുവരെ ഇങ്ങനെ കഥാപാത്രം വേറെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ആൻഡ് ഫുൾ ഫ്ലെഡ്ജായിട്ട് സിനിമയായിട്ട് ഞാനും ഇപ്പോഴാണ് നിങ്ങളുടെ പേരിൽ നിന്നാണ് ഇപ്പോഴാണ് സിനിമ കാണുന്നത്. ബാക്കി ഇനി ജനങ്ങൾ നിശ്ചയിക്കട്ടെ. എക്സ്പെരിമെൻ്റൽ ഫിലിമിൻ്റെ കിട്ടാവുന്ന ഒരു പ്രേക്ഷകരുടെ ഒരു അക്സെപ്റ്റൻസാണ് ഞാനും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അന്ന് പറഞ്ഞായിരുന്നു മറ്റേ ഇത് സിനിമ കഥ അറിയാതെയാണ് ഇതിനകത്ത്. അതെ, പക്ഷേ ഞാൻ ഈ കഥയുടെ ഞാനന്ന് പറഞ്ഞല്ലോ, എന്നോട് ഈ കഥയിലെ ആ പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ്, അത് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, നമ്മൾ മാത്രം കേട്ടതല്ല. ആ കഥയിലെ ആ ഒരു എലമെൻ്റാണ് എന്നെ ഈ ഫിലിമിലേക്ക് ആകർഷണനാക്കിയത്. തിരക്കഥയല്ലല്ലോ, ഞാൻ തിരക്കഥയല്ല കേട്ടത്, കഥയാണ് കേട്ടത്. അപ്പോൾ അതിൽ നമ്മുടെ പോർഷൻസ്, അന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പോർഷൻസ് മാത്രം ബ്രീഫ് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഫുൾ ഫ്ലെഡ്ജായിട്ട് ഇപ്പോഴാണ് സിനിമ കാണുന്നത്. സോ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം കാണുന്നത് പോലെയാണ് ഞാൻ ഈ സിനിമ എൻജോയ് ചെയ്തത്. വളരെ പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുന്നത്. ജാഫർ ഖാനൊക്കെ പെർഫോമൻസ് ഗംഭീരമല്ലേ? ജാഫർ ഒരു ഗംഭീര പെർഫോമൻസ് അല്ലേ? ഇതിൽ വളരെ പ്രിസൈസായിട്ട് ജാഫറിനെ കേന്ദ്രീകരിച്ചാണ് ഈ ടോട്ടൽ ഫിലിം പോയിട്ടുള്ളത്. ജാഫറിൻ്റെ ഒരു ഹാലുസിനേഷനും ഡ്രീമും എന്താ പറയുക, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അതിലെ കൺഫ്യൂഷൻസൊക്കെയാണ് സിനിമ ടോട്ടലായിട്ട് പറഞ്ഞിട്ടുള്ളത്. മാൻകോമുറി എന്നുള്ള പേരും അങ്ങനെ തന്നെയാണല്ലോ. അത് സിനിമ കാണുമ്പോൾ ആ സെൻസ് മാറി. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിം അങ്ങനെയല്ലേ തോന്നിയത്? എനിക്കങ്ങനെയാണ് തോന്നിയത്. എൻ്റെ ആ ഒരു ക്യാൻവാസ് ആ നിലയ്ക്കാണ് ടോട്ടൽ ഫീൽ ചെയ്ത്. സൗണ്ട് ഡിസൈനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. അപ്പോൾ ആ നിലയ്ക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലാണ് 5.1 ഒക്കെ നല്ലപോലെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. എങ്ങനെ ഏത് ജോണർ? കോമഡിയാണോ? അത് കോമഡി ഒന്നും പറയാൻ പറ്റില്ല, കോമഡി അല്ല, ഒരു സീരിയസ് പടം. ഒരു സീരിയസ് വിഷയമാണ്. ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ ക്രിയേറ്റ് പറയാത്ത ഒരു വിഷയത്തെ ഒരു വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഫസ്റ്റ് ഹാഫ് ശരിക്കും ചോദ്യം തന്നെയാണ്. സെക്കൻഡ് ഹാഫാണ് ശരിക്കും അതിൻ്റെ ഉത്തരം കിട്ടുക. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ആ പടം ആരും അഭിപ്രായം പറയാതിരിക്കുക, ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയാം. പടം നല്ലതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുറേ പ്രശ്നങ്ങൾ അവർ സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് പെൺമക്കളും ആൺമക്കളും ഉള്ള അച്ഛനും അമ്മയ്ക്കും പൂർണ്ണമായിട്ട് ഈ പടം ഇഷ്ടപ്പെടും. അവർക്ക് അത് അതിൻ്റെ കഥ എന്താണെന്ന് കണക്കാകും, ഉറപ്പാണ്. നല്ല പടം, സൂപ്പറായിരുന്നു. പുള്ളിക്ക് ഇതുവരെ കിട്ടാത്തൊരു വ്യത്യസ്തമായൊരു വേഷമാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. പുള്ളി അത് കിട്ടിയ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാഗ് പോലെ ഫീൽ ചെയ്തോ? തുടക്കമൊക്കെ ചെറിയ ലാഗ് ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് കാര്യമാക്കാതെ പടം ഫുള്ള് കാണുമ്പോൾ അത് ഫുള്ള് അതിൻ്റെ എല്ലാം കണക്കാകും.